പേര് അഭിഷേക്. ഡാമിൽ തന്നെ അഞ്ചില്. ആ സ്കൂളിൽ തന്നെ. ക്ലാസ്സില്ല. ക്ലാസ്സിൽ വീട്ടിലിരുന്ന് ക്രിക്കറ്റ് കളിയും ബോൾ കളിയൊക്കെ. സൈക്കിളോട്ടാക്കാം. 2 സൈക്കിളുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഇതിൻ്റെ റിവ്യൂ ആണ്. ഇന്ന് റിവ്യൂവിനേക്കാളും ഉപരി ഈ വണ്ടി രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഫുള്ളായിട്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ അനുഭവം അല്ല എക്സ്പീരിയൻസ് എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. Most people can't even tell me as an illusion. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പഴക്കമുള്ള ഒരു 96 മോഡൽ 800 അടുത്ത് ഇത്രയും ക്യാഷ് മുടക്കി രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം എന്താണ്? ശരിക്കും ആദ്യ സമയത്ത് ടൈപ്പ് 1 മാരുതി എഴുതും, ടൈപ്പ് 2 മാരുതി വിടുന്ന താല്പര്യമില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. മാരുതി 800 താല്പര്യമില്ല. കാര്യം എൻ്റെ ആദ്യം ഒരു 2003 800 MBFI ഉണ്ടായിരുന്നു ടൈപ്പ് 2. അത് ഓടിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരുന്നുണ്ട്. കാര്യം മൈലേജ് ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, യാത്രാസുഖം ഒട്ടും തോന്നില്ല, വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തതിന് കാര്യം നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറാനൊന്നും കഴിയത്തില്ല. അപ്പോഴുള്ള ബെനിഫിറ്റ് മൈലേജ് പിന്നെ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടൈപ്പ് 1 800 എടുക്കണമെന്ന് കുറേ കാലം കൊണ്ട് ആഗ്രഹം, അങ്ങനെ പിന്നെ തോന്നി, അതുകൊണ്ട് വണ്ടി എടുത്തു. നമ്മൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം അതെന്ന് പറയുന്നത് ഈ വണ്ടി എടുക്കാൻ സമയത്ത് ഈ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഈ കണ്ടീഷനിൽ തന്നെ ആയിരുന്നു അതെ ഇതിനേക്കാളും മോശം അവസ്ഥയിലാണോ, സ്റ്റാർട്ട് ആവുമായിരുന്നു എന്നൊക്കെയാണ് അടുത്ത ചോദ്യം. ഈ വണ്ടി നേരത്തെ ചെല്ലുന്നത് ഒരു രാത്രിയാണ് ചെല്ലുന്നത്. അപ്പോൾ വണ്ടി ചെല്ലുന്ന സമയത്ത് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബാറ്ററി ഡൗൺ ആണ്. പിന്നെ അങ്ങനെ മോശമായിരുന്നു എന്ന് വെച്ചാൽ എന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ അര കണ്ടീഷൻ, ഓയിലടി കാര്യങ്ങളുണ്ട്, ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു വണ്ടി. പിന്നെ ഇത് പല സാധനവും കറക്റ്റ് ജപ്പാൻ മെയ്ഡായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ യൂണിറ്റുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. 96 ജപ്പാൻ മെയ്ഡ് സാധനങ്ങളായിരുന്നു. ഇല്ല, ഇത് രണ്ടാമത് ആൾട്രേഷൻ ചെയ്ത് കയറ്റിയതാണ്. അവർ മുമ്പ് ഏതെങ്കിലും സെക്കൻഡ്സ് വണ്ടിയിൽ നിന്നെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കയറ്റിയതാണ്, ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി. അപ്പോൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് അങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഇത് ഉപയോഗിച്ചിരുന്നത്. അവർ ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി എടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീറ്റില്ല. സീറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കയറൊക്കെ വെച്ച് കെട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. സീറ്റ് ബെൽറ്റ് ഇതിലൊന്നും ഇല്ലായിരുന്നു. അതായത് വെറും 96 സീറ്റ് ബെൽറ്റ് വരത്തില്ലല്ലോ. 96 ഒരു 86 വണ്ടി ഉണ്ടായിരുന്നതിൽ സീറ്റ് ബെൽറ്റ് വരില്ല, ഹോള് മാത്രമേ വരുള്ളൂ. അന്നൊന്നും സീറ്റ് ബെൽറ്റ് നിർബന്ധമില്ലായിരുന്നു. ഇത് രണ്ടാമത് പിന്നെ സീറ്റ് ബെൽറ്റ് ചെയ്താക്കിയതാണ് സേഫ്റ്റിയുടെ ഭാഗമായി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ആദ്യത്തെ ദിവസം പോയി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, നടന്നില്ല. രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. വണ്ടി അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒട്ടും വലിക്കത്തില്ല, വണ്ടി മൈലേജ് ഒന്നും പറയുന്ന സാധനമില്ല. ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിട്ടാണ് വണ്ടി കാഞ്ഞിരംകുളത്തുനിന്ന് വണ്ടി നേരെ വീട് വരെ എത്തിച്ചത്. എത്ര രൂപയ്ക്കാണ് വണ്ടി എടുത്തത്? വണ്ടി എടുത്തത് ഞങ്ങൾ 7000 രൂപയാണ് വില പറഞ്ഞത്. പക്ഷെ അവസാനം 8 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ ഓണർ ആരെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വേറെ ചേട്ടൻ വഴിയാണ് മോഹൻതാണ് നമ്മൾ പോയത്. അപ്പോൾ അവരുടെ 4 പേരുടെ വണ്ടി അവർ പഠിക്കാൻ വേണ്ടി എടുത്തു. അങ്ങനെയാണ് വണ്ടി എടുത്തത്.
വണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന സമയത്ത് ആദ്യം വീട്ടിൽ കൊണ്ടുചെന്ന സമയത്ത് എൻ്റെ ഫാദർ പറഞ്ഞത് ഒരു കാരണവശാലും ഈ വണ്ടി പണി ചെയ്യരുത്, ഈ വണ്ടി മോശമാണ്, ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, അത് ഒന്നാതെ ഷേപ്പില്ലാത്ത വണ്ടിയാണ്, ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഈ ചെയ്തെടുത്തത്. ഈ ചെയ്തെടുത്തതിൽ എനിക്ക് ഒരുപാട് അപാകതകളും ഒരുപാട് പേരെ എന്നെ ചതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എത്ര കാലമായിട്ടാണ് ഈ വണ്ടി ചെയ്തെടുത്തത്, എത്ര സമയം എടുത്തു, അത് തന്നെ സ്പെയറൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഒറിജിനലാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് മെക്കാനിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയൂ. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വണ്ടി ആദ്യം ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പാച്ച് വർക്ക് മേശരി നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെക്കാനിക്കലാണ്, ഞങ്ങൾ മെക്കാനിക്കൽ വർക്ക് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പാച്ച് വർക്ക് നോക്കിയ സമയത്ത് ഈ ഗ്ലാസ് റൗണ്ട് ബീഡിങ് കംപ്ലീറ്റ് ലീക്കായിരുന്നു. അപ്പോൾ വണ്ടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാലിൽ വെള്ളം വീഴും. പിന്നെ ഈ വണ്ടി പുള്ളിയെ കാണിച്ചും പുള്ളി പറഞ്ഞ് ലിവിനെ നമുക്കത് മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാം, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇതുപോലെ കണ്ടീഷനുള്ള വേറെ വണ്ടി കണ്ടിട്ടില്ല, കാര്യം ബോഡി ക്വാളിറ്റി അത്രയും ബോഡി ക്വാളിറ്റിയാണ് എന്നാണ് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത്. പുള്ളി പണി തുടങ്ങിയ സമയത്ത് സ്പെയർ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പീസ് ഇട്ട് ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു മാരുതിയുടെ സ്പെയർ റേറ്റ് കുറവാണ്. ശരിയാണ്, പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. 2 സൈഡ് റണ്ണിംഗ് ബോർഡ് കൂടെ 400 രൂപയ്ക്കകത്തേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു പീസ് വെട്ടി ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അങ്ങനെ 2 സൈഡ് റണ്ണിംഗ് ബോർഡ് വെട്ടി മാറി. അത് കഴിഞ്ഞിട്ട് മാരുതിക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് പിടിപ്പിക്കുന്നതിൻ്റെ ആ സൈഡിലൊരു പീസ് വരും. അപ്പോൾ അത് AC ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിലും ഇല്ലെങ്കിലും ആ വണ്ടിയുടെ ആ സൈഡ് വെള്ളം വീണ് ചെത്ത് പൊടിഞ്ഞ് പാച്ച് വർക്ക് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ ഇല്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഞാൻ അത് മനഃപൂർവ്വം കേൾക്കാതെ പാച്ച് വർക്കറിൻ്റെ വാക്കും കേട്ട് പുള്ളിയുടെ വാക്കും കേട്ട് ഞാൻ ഈ പാച്ച് വർക്ക് ചെയ്തു. പാച്ച് വർക്കർ നിങ്ങളെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പുള്ളി വേറെ ചെറിയൊരു പ്രശ്നമായിട്ട് ഇവിടെ നിന്ന് വെച്ച് മതിയാക്കി പോയി ഞങ്ങളെ കുറച്ച് പൈസകളൊക്കെ പറ്റിച്ചുകൊണ്ട് പോയ ഒരു പുള്ളിയാണ്. അപ്പോൾ ആ പുള്ളി ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം പുള്ളിയും ജീവിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ പൈസ കൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇപ്പം പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതെല്ലാ പണിയും ചെയ്ത് 4 ദിവസം കൊണ്ട് പുള്ളി ഈ 2 സൈഡും കാര്യം ചെയ്തു വെച്ച്, എന്നിട്ടും അഡീഷണൽ ഈ നമ്മുടെ ഈ ഗ്ലാസ് റൗണ്ട് സൈഡും ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെ സൈഡും ഒക്കെ നല്ല പാച്ച് വർക്കും അവിടെ നിന്ന്, അതായത് AC ഉണ്ടായിരുന്ന ആ ഭാഗത്തുനിന്ന് വെള്ളം അകത്തോട്ട് ലീക്കാവുമായിരുന്നു. ചെയ്തതിന് ശേഷം ആണ്. അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാച്ച് വർക്കായിരുന്നു. അപ്പോൾ പുള്ളി ചെറിയൊരു ആക്രി പരിപാടി എല്ലാം ചെയ്തു വെച്ച് വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞു നമുക്കിത് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ആകെപ്പാടെ 4 ദിവസം പണിയും കഴിഞ്ഞിട്ട് എന്നെ 1.5 മാസം ഈ വണ്ടി പണിയാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച്. പുള്ളി ഇവിടെ വന്ന് വണ്ടി പണിതിട്ടില്ല. വണ്ടി പണി ചെയ്യാതെ എൻ്റെ ഒരുപാട് സാമ്പത്തിക നഷ്ടം എനിക്ക് പുള്ളി ഉണ്ടാക്കി. കാര്യം ഞാൻ വണ്ടി ഇതെടുത്ത് ടെസ്റ്റ് ഇനി ഒരു 6-7 മാസം കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇത് നേരത്തെ പണിഞ്ഞിറക്കാം എന്ന് വെച്ചാൽ പൈസ മുടക്കി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പുള്ളി ചെയ്തു വെച്ച ഏറ്റവും വലിയ ചതി ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം വരത്തില്ല എന്ന് വരുമോ എന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരാമെന്ന് പറയണം, അല്ലാതെ ഒരു ദിവസം ഇവിടെ വന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി വരില്ല എന്ന് എനിക്ക് തീർത്ത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പാറശാലയുള്ള ഒരു സാബു എന്ന് പറഞ്ഞൊരു മേശരിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അത് പാച്ച് വർക്ക് മേശരി പുള്ളി ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് ബോഡി ഷേപ്പുള്ള വണ്ടിയല്ല, ഇത് ആക്സിഡൻറ്റ് നടന്ന വണ്ടിയാണ്, ഇത് ചെയ്യണത് ആലോചിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാര്യം ഞാൻ ഇതെല്ലാം സൈഡ് വെട്ടിപ്പൊളിച്ച് ചെയ്തു. കാരണം എനിക്ക് വേറൊരു വണ്ടി എടുക്കാനായിട്ടുള്ള സാമ്പത്തികമില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഞാൻ ഒരു മെക്കാനിക് ആണെങ്കിൽ പോലും കാര്യം ഈ വിലയ്ക്ക് വണ്ടി കിട്ടി എന്ന് വെച്ചാൽ നമുക്കിനി അടുത്തൊരു വിലയ്ക്ക് നമ്മളൊരു കസ്റ്റമറിൽ നിന്നൊരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിലയ്ക്ക് കിട്ടണമെന്നില്ല. എടുത്ത് പണി തുടങ്ങി പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞു ചെയ്തു തരാം, പക്ഷെ എത്ര ദിവസം പിടിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ശരി എങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പണി തുടങ്ങിയ സമയത്താണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ ബാക്കി 6 മട്ട ഞാൻ ഈ വണ്ടി പൊളിച്ച് എഞ്ചിന് ആദ്യമേ പുറത്തെടുത്ത് മാറ്റി, ബാക്കി ഡാഷ്ബോർഡ് സീറ്റ് കംപ്ലീറ്റ് ഇളകി. എന്നുവെച്ചാൽ പുള്ളി പറഞ്ഞ ആദ്യത്തെ മേശരി പറഞ്ഞ ആ 3 പാച്ച് വർക്കല്ല ഇതിലുണ്ടായിരുന്നത്. ഈ വണ്ടി ഫുള്ള് പാച്ച് വർക്കായിരുന്നു. ആ പാച്ച് വർക്ക് ചെയ്ത സമയത്ത് കുറെ സ്പോട്ടുകളുണ്ടല്ലോ, കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ ആ വീഡിയോയിൽ. ചെറിയൊരു വീഡിയോ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അതിൽ കൊടുക്കാം. അതുമാത്രമല്ല ഇതിനകത്ത് ഒരുപാട് പാച്ച് വർക്ക് ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ ദിവസം പിടിച്ച ഒരൊറ്റ പണി തന്നെ ഈ ഗ്ലാസ് റൗണ്ടാണ്.
എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളായാലും ശരി തന്നെ 800 നല്ല ഏത് വണ്ടിയായാലും പഴയൊരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്നു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്ലാസ് റൗണ്ട് ബീഡിങ് പാച്ച് വർക്കുള്ള വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞാൽ ലീക്കിന്റെ കാര്യമില്ല. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് പണി വൃത്തിയാവൂല, ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവൂല. ഒട്ടിച്ച പശയൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. പക്ഷേ ഇത് അല്ലാതെ നമ്മുടെ ചരട് വെച്ചാണ് ഇത് വലിച്ചിടുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വണ്ടി ഷേപ്പില്ലാത്ത വണ്ടി ഒരു കാരണവശാലും എടുത്ത് ചെയ്യരുത്. രണ്ടാമത് ഗ്ലാസ് റൗണ്ട് ബീഡിങ്, അത് നല്ലൊരു പാച്ച് വർക്കറോ മെക്കാനിക്കിനല്ല പാച്ച് വർക്കറിനെ കൊണ്ടുപോയി തന്നെ ഈ വണ്ടി സെലക്ട് ചെയ്യിപ്പിക്കണം. സെലക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടവും നിങ്ങൾക്ക് അതിൻ്റെതായ ബാധ്യതകളും വരും. എൻ്റെ അനുഭവമാണ് പറയുന്നത്. എന്നെ ചതിച്ചതാണ് പുള്ളി. കാര്യം ഞാൻ ആ പുള്ളിയുടെ വാക്കും കേട്ടും കൊണ്ട് ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങി. എൻ്റെ ഏകദേശം 45-50,000 രൂപയ്ക്കകത്ത് പാച്ച് വർക്ക് മാത്രം എനിക്ക് 50,000 രൂപ. ഇത് അവസാനം ഈ വണ്ടി പണി തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻഡോ എന്ന് പറഞ്ഞ പുള്ളി, അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് നമുക്ക് വേറൊരു വണ്ടി എടുക്കാം, എന്നിട്ട് നമുക്ക് അതിന് നീ നിൻ്റെതായ രീതി ഇഷ്ടമുള്ള രീതിയിൽ നീ പണിഞ്ഞെടുക്കാൻ നോക്ക്, ബോഡി ഷേപ്പ് ഉണ്ടല്ല, നമുക്കിൻ്റെ പെയിൻ്റ് ആണെന്ന് എന്തും ചെയ്യാം. ഞാൻ അതൊന്നും കേൾക്കാതെ എൻ്റെ തന്നെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരു കാര്യം പറയുന്നത്, ഇതൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ്, അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ പോലും ഇനി ദയവേത് റീസ്റ്റോറേഷന് വേണ്ടി ഇറങ്ങുന്ന ആൾക്കാർ ദയവേത് നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയും അങ്ങനെയുള്ള വണ്ടി മാത്രമേ എടുത്ത് ചെയ്യും. ആക്സിഡന്റ് നടന്ന വണ്ടി കാര്യങ്ങളൊന്നും എടുത്തില്ല. കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോൾ എൻ്റെ അനുഭവമാണ്, എനിക്കിതുകൊണ്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് മടിച്ചു പോയി ഈ വണ്ടി ചെയ്തത്. എനിക്കിപ്പോൾ എല്ലാം പാച്ച് വർക്ക് എല്ലാം 45-50-നകത്തായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെക്കാനിക്കൽ വർക്ക് ഞാൻ ഇതിനകത്ത് ഏകദേശം 90% എനിക്ക് മാരുതിയുടെ ജെന്യൂൻ സ്പെയർ ആണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഫുൾ ബോഡി മാറിയതല്ല, ഓരോ പീസ് വെട്ടി മാറിയതും അവരുടെ ലേബറും കാര്യങ്ങളും അടക്കമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കൂടെ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് എമൗണ്ട് ആയി. കാര്യം പിന്നെ ബോഡി സീലന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ജെന്യൂൻ പാർട്സ് ആണ് ഞാൻ ഇതിനകത്ത് വാങ്ങിച്ച് ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള ഫിനിഷിങ് അവസരം. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന തന്നെ ഒരുപാട് ആൾട്രേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ് ഞാൻ കൂട്ടി. ഹൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് ലീഫ് അല്ല, ഫ്രണ്ട് ഹൈറ്റ് ഞാൻ ഷോക്ക് അബ്സറിൽ സ്ലീവ് ഇറക്കി ഷോക്ക് അബ്സർ ഹൈറ്റ് കൂട്ടി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായി. രണ്ടാമത് ഇതെല്ലാം എനിക്ക് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് സാബു എന്ന് പറഞ്ഞാൽ പാച്ച് വർക്കറാണ്. പുള്ളി എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഇതിനകത്ത് എനിക്ക് ചെയ്തു തന്നു. കാര്യം പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയണത്, ഒരു കാരണവശാലും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും പോകരുത് ഈ ഒരു കാര്യത്തിന്. അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എടുത്തിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കാനും നിൽക്കരുത്. കാര്യം ഒന്നും മുതലാവത്തില്ല. രണ്ടാമത് ഞാൻ ഈ വണ്ടിയിൽ ആഡ് ചെയ്തത് പവർ ബ്രേക്കാണ്. പവർ ബ്രേക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയതാണ് ചെയ്തത്? ഇല്ല, സെക്കൻഡ്സ് ആണ്. മാരുതി സെന്നിന്റെ ആണ് പവർ ബ്രേക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. സൂട്ടാക്കി എടുത്തത്. അത് ശകലം റിസ്ക് ഉണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് മനസ്സിലായത് 5 സ്പീഡ് മാരുതിയുടെ കറക്റ്റ് ആൾട്രേഷൻ, വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. കാര്യം ഒരു റെജിസ്ട്രേഷൻ വഴി മനസ്സിലാക്കി എന്ന് പറഞ്ഞ വണ്ടിയെ പറ്റി കറക്റ്റായിട്ട് ഈ പാച്ച് വർക്കിനകത്ത് എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നതെല്ലാം ഫുള്ള് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ സാബു എന്ന് പറഞ്ഞ മേശ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പുള്ളി സുഖമായിട്ട് ചെയ്തിറക്കാം. കാര്യം ആ രീതിയിലുള്ള പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം നോക്കി വളരെ കുറഞ്ഞ രീതിയിൽ എഞ്ചിൻ വർക്കൊന്നും ഒരു റേറ്റും ഇല്ല. എഞ്ചിൻ വർക്കൊക്കെ മാക്സിമം ഒരു 15 രൂപ 20 രൂപയ്ക്ക് അകത്ത് മാത്രമേ നമുക്ക് ആട്ടോ പണിയുന്ന ലേബർ അല്ല ആ പൈസ അതിനകത്തേ ആവത്തുള്ളൂ. പിന്നെ ബാക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഷെവർലെ സ്പാർക്കിന്റെ ഷോക്ക് അബ്സർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ലീഫ് സസ്പെൻഷൻ ആണ്, അതിൽ സസ്പെൻഷൻ ആണ്. എന്നാൽ ഷെവർലെ സ്പാർക്കിന്റെ ഷോക്ക് അബ്സർ ഒക്കെ ഇതിന് സൂട്ടാക്കിയതാണ്. വേറെ ഒന്നുമല്ല, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ലോഡോ കാര്യങ്ങൾ എന്തെങ്കിലും അടിച്ചാലും ഒരു കുഴപ്പമില്ല. ലോഡ് കയറ്റാൻ വേണ്ടി എക്സ്ട്രാ ലീഫ് കയറ്റാം, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് 13 ഇഞ്ചിന്റെ ഡിസ്ക് ആണ് ഇതിലിപ്പോൾ സ്യൂട്ട് ചെയ്തത്. പക്ഷെ 12 ഇഞ്ച് ടയർ ആയതുകൊണ്ടാണ് അത് ഇറക്കാമത്തത്. അപ്പം അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒമിനിയുടെ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റൈഡിങ് കംഫർട്ടും ബാക്കി കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇതിൽ എഞ്ചിൻ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെയാണ്, ലൈറ്റിലൊന്നും പോവാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് വാൽവ് സീറ്റിങ്ങിന് മാത്രം പുറത്ത് ഹെഡ് ലൈറ്റിൽ പോയിട്ട് വന്ന് ബാക്കി ബ്ലോക്ക് എല്ലാം ഇവിടെ തന്നെ സ്വന്തമായിട്ടാണ് സെറ്റ് ചെയ്തത്. ഇറങ്ങിയ വെസ്റ്റേൺ അറേഞ്ച് മേടിച്ച് മാറി ബാക്കി ബെയറിംഗ് സൈഡ് ബാക്കി എല്ലാ കാര്യങ്ങളും അതൊക്കെ എനിക്ക് വളരെ തുച്ഛമായ രീതിയിലേക്ക് ഉള്ള രീതിയിലേ ആയുള്ളൂ. സൈഡാണ് എന്നെ പുള്ളി ഓൾറൗണ്ട് എന്നെ തേച്ചൊട്ടിച്ചത്. തേച്ചെന്ന് പറഞ്ഞ് എന്നെ ചതിച്ചതാണ് പുള്ളി. കാര്യം പുള്ളിക്ക് അന്ന് പറഞ്ഞായിരുന്നു, കാര്യം അത്രയും വിശ്വാസവും കാര്യങ്ങളും. കാര്യം എന്റെ അറിയാതിരിക്കാൻ വഴിയില്ല, ഒരുപാട് വണ്ടിക്ക് ചെയ്യുന്നതല്ലേ. ഒരുപാട് ചെയ്യുന്ന പുള്ളി ജനിച്ച കാലം മുതലേ ഗോവയിലും മറ്റു കാര്യങ്ങളിലും ആയിരുന്നു പാച്ച് വർക്കിന്റെ എക്സ്പെർട്ടാണ്. പുള്ളി നേരെ ചെയ്യില്ലെന്നല്ല, പക്ഷെ എന്തോ പുള്ളിക്ക് എന്തോ വൈരാഗ്യം തോന്നിയാണ് എന്നെ ചതിച്ചത്. ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ ഞാൻ പറയുന്നത്. കാര്യം എന്നെ ചതിച്ചതാണ് പുള്ളി.